പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ അതായത് കേരള പാഠാവലിയുടെ വാർഷിക മൂല്യനിർണ്ണയത്തിൻ്റെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായി ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് പ്രവർത്തനം 1, വായിക്കാം എഴുതാം. എന്ത് തന്നിരിക്കുന്നത്? സമ്മാനം എന്ന് പറയുന്ന ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. ഓണത്തുമ്പികൾ പൂമ്പാറ്റകളും താണു പറക്കും മലയാളം, വാഴപ്പൂവിൻ നെല്ലി വിടർത്തി തേൻ നുണയുന്നൊരു അണ്ണാനും, ചപ്പില ചക്കി കലപില കൂട്ടി ചെപ്പുകിലക്കും മൈനകളും, മൂളിമുരണ്ടു വരുന്നൊരു വണ്ടിനു വഴി കാട്ടുന്നൊരു പൂങ്കാറ്റും, കുഞ്ഞു ചിലങ്ക കിലുക്കിത്തുള്ളി പാഞ്ഞൊഴുകും പൂഞ്ചോലകളും, പുത്തനുടുപ്പുമണിഞ്ഞു ചിരിക്കും പൂമണമേന്തിയ പൂവുകളും, അങ്ങകലത്തിലിരുന്നു ചിരിക്കും കുഞ്ഞി മുത്തം തന്നേപ്പോ, അത്തം പത്തിനു മുത്തം വാങ്ങാൻ മുത്തേ വാവാ മലനാട്ടിൽ. എം വിജയലക്ഷ്മിയുടെ സമ്മാനം എന്ന കവിതയിലെ കുറച്ച് വരികളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി ഈ കവിത ശരിക്കും വായിച്ചിട്ട് നിങ്ങളോട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാള നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മലയാള നാട് ഏതാണ്? മലയാള നാട് നമ്മുടെ നാടാണ്. ഏതാണ്? ഭൂമി, കേരളം, പൂഞ്ചോല, മാമലകൾ. ഏതാണ് മക്കളെ? കേരളം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാഴപ്പൂവിൻ്റെ തേൻ നുണയുന്നത് ആരാണ്? വാഴപ്പൂവിൻ്റെ തേൻ നുണയുന്നത് ആരാണ്? ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വാഴപ്പൂവിൻ്റെ തേൻ നുണയുന്നത് ആരാണ്? വാഴപ്പൂവിനല്ലി വിടർത്തി തേൻ നുണയുന്ന ഒരണ്ണാനും. അണ്ണാൻ അല്ലേ? അപ്പം ആരാണ് കഴിക്കുന്നത്? അണ്ണാനാണ് കഴിക്കുന്നത്. ഇനി മൂന്നാമത്തത്, ഈ കവിതയിൽ വണ്ട് വരുന്നതിനെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? വണ്ട് വരുന്നത് എങ്ങനെയാണ്? മൂളി മുരണ്ടു വരുന്നൊരു വണ്ടിനു അല്ലേ? മൂളി മുരണ്ടു വരുന്ന. അപ്പം എങ്ങനെയാണ്? മൂളി മുരണ്ട്. ഇവിടെ കലപില കൂട്ടി തന്നിട്ടുണ്ട്, കിലുക്കിത്തുള്ളി തന്നിട്ടുണ്ട്, ചിരിച്ച് തന്നിട്ടുണ്ട്. അത് മൂന്നും അല്ല, മൂളി മുരണ്ട്. അപ്പോൾ കവിത വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഉത്തരങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക, കവിത നന്നായി വായിക്കുക. നാലാമത്തത്, പൂഞ്ചോലയുടെ പ്രത്യേകത എന്താണ്? എന്താണ് പൂഞ്ചോലയുടെ പ്രത്യേകത? ചിരിക്കുന്നു, പൂമണമേന്തുന്നു, മുത്തം നൽകുന്നു, ചിലങ്ക കിലുക്കുന്നു. എന്താണ് പൂഞ്ചോലയുടെ പ്രത്യേകത? എന്താണ്? കുഞ്ഞു ചിലങ്ക കിലുക്കിത്തുള്ളി പാഞ്ഞൊഴുകും പൂഞ്ചോലകളും അല്ലേ? എന്താണ് പൂഞ്ചോലയുടെ പ്രത്യേകത? കുഞ്ഞു ചിലങ്ക കിലുക്കി. അപ്പം എന്താണ്? ചിലങ്ക കിലുക്കുന്നു. എന്താണ്? ചിലങ്ക കിലുക്കുന്നു. ഇനി അഞ്ചാമത്തത്, പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? പൂവ്, പൂഞ്ചോല, പൂങ്കാറ്റ്, മൈന. ആരാണ് പുത്തനുടുപ്പ് നിൽക്കുന്നത്? പുത്തനുടുപ്പും അണിഞ്ഞു ചിരിക്കും പൂമണമേന്തിയ പൂവുകളും. അപ്പം പുത്തനുടുപ്പ് അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? പൂവാണ്. പൂഞ്ചോലയോ പൂങ്കാറ്റോ മൈനയോ ആണോ? അല്ല. ആരാണ്? പൂവാണ്. പ്രവർത്തനം 2 ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ. കുറച്ച് ഹിൻറ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾ എഴുതിയാൽ മതി. എങ്ങനെയാണ്? എന്തൊക്കെ തന്നിരിക്കുന്നത്? അദ്ദേഹം ജനിച്ച സ്ഥലം തന്നിട്ടുണ്ട്. പാലക്കാട് കിളിക്കുറിശി മംഗലത്താണ് ജനിച്ചത്. അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉപജ്ഞാതാവാണ്, ജനകീയ കവിയാണ്, ഫലിത സാമ്രാട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, സഭാപ്രവേശം, കീചകവധം. പിന്നെ നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഇത്. പിന്നെ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും, ദീപസ്തംഭം, മഹാശ്ചര്യം, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഫലിതത്തിന് ഉദാഹരണങ്ങൾ ആണ്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതാം. അപ്പം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. കുഞ്ചൻ നമ്പ്യാർ 18ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് പാലക്കാട് കിളിക്കുറിശി മംഗലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം എന്നുള്ളതാണ്. അതിനുശേഷം തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്, ഫലിത സാമ്രാട്ടാണ്, നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. പാലക്കാട് കിളിക്കുറിശി മംഗലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. അതായിരുന്നു ആദ്യം എഴുതേണ്ടിയിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ അദ്ദേഹത്തിൻ്റെ ഫലിതത്തിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും, ദീപസ്തംഭം, മഹാശ്ചര്യം എന്ന കാര്യങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അത് എഴുതുക.
പിന്നെന്താണ് പ്രധാന കൃതികളാണ്, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, സഭാപ്രവേശനം, കീചക വധം തുടങ്ങിയവ. അപ്പോൾ ഇത്രയും പറഞ്ഞാണ് നിങ്ങളത് എഴുതേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അത്യാവശ്യം കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇനി ബി, പ്രാചീന കവിത്രയത്തിൽ പെടാത്തത് ആര്? പ്രാചീന കവിത്രയത്തിൽ പെടാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുശ്ശേരി, വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. ആരാണ് പ്രാചീന കവിത്രയത്തിൽ പെടാത്തത്? വള്ളത്തോളാണ്. കവിത്രയങ്ങൾ എന്ന് പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛനാണ്. അപ്പോൾ അതിൽ പെടാത്ത ആളാരാണ്? വള്ളത്തോളാണ്. ഇനി പ്രവർത്തനം 3, ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കിള്ളിയർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാവും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? സങ്കല്പിച്ചത്. അപ്പോൾ മുത്തശ്ശിയുടെയും അമ്മൂമ്മയുടെയും പെരുമ്പാമ്പിൻ്റെയും തമ്മിലുള്ള സംസാരം, അവർ സംസാരിച്ചത് എന്തൊക്കെയാണ്? കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണെന്ന് എഴുതേണ്ടത്. അപ്പോൾ അത് എഴുതേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, അതിൽ നന്നായിട്ട് പരസ്പര തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, പിന്നെ നല്ല ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടോ, അവരുടെ ശൈലികൾ, അതൊക്കെയാണ് അതിൽ വരേണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം 4, വിശകലന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരിടം ഒന്നായി കാണും നേട്ടം, പാറട്ടെ മീതയൻ കൊച്ചുപട്ടം. ഏകലോകം എന്ന ആശയത്തെയാണല്ലോ പട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏകലോകം, എല്ലാവർക്കും എന്താണ്, ഒറ്റ ലോകം എന്ന ആശയത്തെയാണ് പട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിശകലനക്കുറിപ്പ് എങ്ങനെ എഴുതണമെന്ന് നമുക്ക് നോക്കാം. പി കുഞ്ഞിരാമൻ നായർ, ആദ്യം ആരുടെ കവിതയാണ് അതെന്ന് പറയണം. പി കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ് പട്ടം പറപ്പിക്കട്ടെ എന്നത്. ഈ കവിതയിൽ പട്ടത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമാണ് പറയുന്നത്. ഉയർന്നു പറക്കുന്ന പട്ടം ഭൂമിയെ ഒന്നായി കാണുന്നത് പോലെ നമുക്കും ഈ ലോകത്തെ ഒന്നായി കാണാൻ കഴിയണം. പട്ടം ഭൂമിയെ കാണുന്നത് പോലെ തന്നെ നമുക്കും എന്താവണം? ഈ ഭൂമിയെ ഒന്നായിട്ട് കാണാനായിട്ട് സാധിക്കണമെന്നാണ് ഈ കവിതയിൽ പറയുന്നത്. നമുക്കും ലോകത്തെ ഒന്നായി കാണാൻ കഴിയണം. ഭൂമിയിൽ ഓരോ ഇടങ്ങളിലായി വസിക്കുന്ന നമുക്കിടയിൽ ഇപ്പോഴും വിഭാഗീയതയുണ്ട് അല്ലേ? അപ്പോൾ ഭൂമിയിൽ പല സ്ഥലത്ത് താമസിക്കുന്ന നമുക്കിടയിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു വ്യത്യാസങ്ങൾ, വിഭാഗീയത ഉണ്ട്. വർണ്ണവർഗ വ്യത്യാസങ്ങൾ ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുകയാണ് ഈ കവിതയിൽ കവി. മനുഷ്യരും പട്ടത്തെ പോലെയാകണമെന്നും മനുഷ്യരെല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഭൂമിയിലെ ഭംഗി വർദ്ധിപ്പിക്കുമെന്നും ഈ കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഈ കവിതയിലെ ആശയം തന്നെ എന്താണ്? എല്ലാവർക്കും ഒരുപോലെ അല്ലേ? അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ഈ കവിതയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് മനുഷ്യരും പട്ടത്തെ പോലെ ആവണമെന്നും മനുഷ്യരെല്ലാവരും ഒന്നിച്ച് നിന്നാൽ ഭൂമിയുടെ ഭംഗി വർദ്ധിപ്പിക്കുമെന്നും ഈ കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ ഒരു കുറിപ്പ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഏകലോകം എന്നൊരാശയത്തെയാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ കുറച്ചുകൂടി വിശദീകരിച്ച് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി പ്രവർത്തനം 5 നോക്കൂ. കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങളൊരു മായാലോകം തന്നെ കണ്ടു. മണ്ണിനിടയിലെ ലോകം, ഇതാ ഒരു മായാലോകം എന്ന ഭാഗത്തിൽ ഡോക്ടർ ബീവിനുണ്ടായ അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വീടിന് ചുറ്റുപാടുമുള്ള വിവിധ കാഴ്ചകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ്. ഇത് നിങ്ങൾ കണ്ട ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പം നിങ്ങൾ കണ്ട, നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം, നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള വിവിധ കാഴ്ചകൾ, അതെന്തൊക്കെയാണ്, എത്രത്തോളം വർണ്ണവിസ്മയമാണത്, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളോട് എഴുതാൻ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ബി, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഏതിൽ നിന്നാണ് മക്കളെ? പ്രകൃതി ഒരു സ്നേഹിത, മണ്ണും മനുഷ്യനും, ബാലഹൃദയം, മണ്ണിൻ്റെ കിനാവുകൾ. ഏതാണ്? മണ്ണും മനുഷ്യനും എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇതാ ഒരു മായാലോകം എന്ന പാഠഭാഗം. ഇനി പ്രവർത്തനം 6 നോക്കാം.
ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറി കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താ പ്രവർത്തനം 6 വായിച്ച് നോക്കാം. പൂവും കൊച്ചുകുട്ടിയും തമ്മിലുള്ള സൗഹൃദമാണല്ലോ കടലോളം സ്നേഹം എന്ന യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ നാം കണ്ടത്. പൂവും കുട്ടിയും തമ്മിൽ ധാരാളം കഥകൾ പങ്കുവച്ചു. പിറ്റേ ദിവസം രാവിലെ പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അത് അവളെ സങ്കടപ്പെടുത്തി. അന്നേ ദിവസം അവൾ എഴുതാനിടാനുള്ള ഡയറി കുറിപ്പ്. അപ്പോൾ ഡയറി കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ എന്താണ് ഒരു കോളൊക്കെ വെച്ചിട്ട് ദിവസവും തീയതിയും എഴുതുക. എന്നിട്ട് ഇന്ന് എനിക്ക് എന്താണ് വളരെയധികം സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ ഇന്നലെയും കൂടി എന്താണ് പൂവിനെ കണ്ടതാണ്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചതാണ്. ഞങ്ങൾ ഒരുപാട് കഥകൾ തമ്മിൽ പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് അവളെ ആ പൂവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന് നല്ല ഭംഗിയായിരുന്നു കാണാൻ അല്ലേ. അപ്പോൾ പിറ്റേ ദിവസം ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ പൂവ് എന്ത് ചെയ്യണം കൊഴിഞ്ഞു കിടക്കുന്നു. അതെന്നെ വളരെയധികം സങ്കടപ്പെടുത്തി. എനിക്ക് ആ സങ്കടം സഹിക്കാവുന്നതിനപ്പുറമാണ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മക്കൾക്കറിയാവുന്ന പോലെ നിങ്ങളുടെ ഡയറി എഴുതാം. ഇനി അവർ പങ്കുവച്ച കഥകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി ബി, എനിക്ക് മുകളിലോട്ട് കയറണം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം. ആരുടെ വാക്കുകളാണിത്? ഇത് ആരുടെ വാക്കുകളാണ്? മത്തൻ, കയ്പവള്ളി, തെങ്ങ്, പപ്പായ. ആരുടെയാണ്? എനിക്ക് മുകളിലോട്ട് കയറാം, പന്തലിട്ട് തരണം, പൂക്കണം, കായ്ക്കണം. ഇത് ആരുടെ വാക്കുകളാണ്? കയ്പവള്ളി. ആരുടെയാണ്? കയ്പവള്ളിയുടെ വാക്കുകളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീയിലുള്ളത്. അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.